നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിരോധത്തിലായത് CPIM എന്ന് തുറന്നടിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ രംഗത്തു വന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മുടിയനായ പുത്രനായി കഴിഞ്ഞു. കൂടെ നിന്നവർക്കും വേണ്ട ചവിട്ടി പുറത്താക്കുമ്പോൾ സ്വീകരിക്കാനും ആളില്ല എന്ന തരത്തിൽ രാഹുൽ പുകഞ്ഞ കൊള്ളിയായിട്ട് ദിവസം കുറേയായി. കോൺഗ്രസ് പൂർണ്ണമായും രാഹുലിനെ കൈവിട്ട അവസ്ഥയിലാണ്. ചാണകം ചുമന്നവനെ ചാരി ഇനി തങ്ങൾക്ക് നാറാൻ വയ്യ എന്ന് കടുത്ത നിലപാടെടുത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ എന്തുകൊണ്ട് പ്രതിയെ പിടികൂടുന്നില്ല? കേരള പോലീസ് ഇത്ര കഴിവുകെട്ടവരാണ്. പിണറായിയാണ് രാഹുലിനെ പിടികൂടാതിരിക്കാനുള്ള തന്ത്രത്തിന് പിന്നിൽ തുടങ്ങിയ ശക്തമായ ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചു. ഇതിപ്പോൾ ചില നാട്ടിൻപുറത്ത് നല്ലവൻ അച്ഛന്റെ മോനും വഴിപിഴച്ചാൽ അമ്മയുടെ വളർത്തുദോഷവും എന്നതുപോലെയായി കാര്യം. മനസാ വാച രാഹുലുമായി കുലബന്ധം പോലും ഇല്ലാത്ത രാഹുൽ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ പേ പിടിച്ചു കടന്നാക്രമിച്ചു കൊണ്ടിരുന്ന പിണറായി പക്ഷത്തിനോട് അവനിതേ നിങ്ങൾ എടുത്തോ എന്ന് പറയുന്നത് പോലെയാണ് പ്രതിപക്ഷത്തിന്റെ സമീപനം. ഇന്ത്യയെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത തരത്തിലുള്ള മാതൃകാപരമായ നടപടികളാണ് തങ്ങൾ സ്വീകരിച്ചതെന്നും രാഹുലിന്റെ അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോയി തിരഞ്ഞെടുപ്പ് അവസാനം വരെ വിഷയം സജീവമായി നിർത്താനാണ് CPM ശ്രമിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പറവൂരിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തങ്ങളെ ബാധിക്കില്ല എന്ന് മാത്രമല്ല, അവിടെയും പ്രതിരോധത്തിലായത് CPM ആണ് എന്നാണ് സതീശന്റെ ആരോപണം. തങ്ങൾ കൃത്യമായ അച്ചടക്ക നടപടികൾ എടുത്തു എന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യയിൽ ചെയ്യാത്ത രീതിയിലുള്ള മാതൃകാപരമായ നടപടികൾ എടുത്തപ്പോൾ അവിടെ CPM പ്രതിരോധത്തിലായി എന്നും VD സതീശൻ പറഞ്ഞു. CPM അറസ്റ്റൊക്കെ നീട്ടിക്കൊണ്ടുപോയി തിരഞ്ഞെടുപ്പ് അവസാനം വരെ ഈ വിഷയം നിർത്താമെന്ന് തെറ്റിദ്ധരിച്ചു എന്ന് കടന്നാക്രമിച്ച സതീശൻ അതിൽ തിരിച്ചടിയുണ്ടാകുമെന്നും പ്രതികരിച്ചു. വിഷയത്തിൽ അവർ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി കൈ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ആളുകളുടെ പേരൊന്നും പറയേണ്ടതില്ല, അവരെ ജനങ്ങൾ കാണുന്നുണ്ടെന്നും കോൺഗ്രസ് ആരുടെയും കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നില്ല എന്നും പറഞ്ഞ സതീശൻ വേണ്ടാത്ത കാര്യം വന്നപ്പോൾ തങ്ങൾ ആ കൈ വിട്ടു, എന്നാൽ മുഖ്യമന്ത്രി ഇപ്പോഴും ആ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നും കൂട്ടിച്ചേർത്തു. രാഹുലിനെ തീറ്റിപ്പോറ്റി വളർത്തുന്നത് പിണറായി പക്ഷമാണെന്ന തരത്തിലുള്ള ശക്തമായ വാദങ്ങൾ തന്നെയാണ് സതീശൻ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പ്രതികരണത്തിൽ നേടിച്ചത്. പിണറായി സർക്കാരിന്റെ ഇത്രയും ദിവസമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഒരു ലൈംഗിക പീഡന കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചു. രണ്ടാമത്തെ കേസിന്റെ പരാതി രേഖാമൂലം ലഭിച്ചു. എന്നിട്ടും രാഹുൽ എവിടെയാണെന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ ഉത്തരം പോലും പറയാൻ ആർക്കും കഴിയുന്നില്ല. ഒരു വിഴുപ്പ് മറച്ചു വെച്ചുകൊണ്ട് നീണ്ടകാലം ചുമന്ന് ആ വിഴുപ്പിന് മുകളിൽ കിരീടവും ചെങ്കോലും ഒക്കെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഒടുക്കം അതിന്റെ ദുർഗന്ധം നാട് മുഴുവൻ വ്യാപിച്ചപ്പോൾ ഈ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ എളുപ്പമാണ്. പക്ഷെ അറിഞ്ഞിട്ട് മൂടി വെച്ചു കൊണ്ടു നടന്ന ഒരു നീണ്ട നാളിനുള്ള ഉത്തരം കൂടി കോൺഗ്രസും ഇപ്പോഴും പറയാതെ ബാക്കി വെക്കുന്നു. വന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിണറായി തന്റെ വീടിനുള്ളിൽ തന്നെ ഒളിപ്പിച്ചുവെന്നും വേണമെങ്കിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പിണറായിക്ക് വേണ്ടി വോട്ട് രേഖപ്പെടുത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു എന്നും പറയാൻ പോലും കോൺഗ്രസിന് മടിക്കില്ല. എന്താണെങ്കിലും ഏതൊരു മനുഷ്യന്റെ വേദനയും ദുരന്തവും ഒക്കെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി തന്നെയാണ് എല്ലാ പാർട്ടിക്കാരും ഉപയോഗിക്കുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിൽ വ്യക്തമാണ്.